بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്തുൻ നംൽ 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വഇന്നക ഇവിടെ നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന നൽകി വഇന്നക എന്ന് പാരായണം ചെയ്യേണ്ടതാണ്. നൂന്, കാഫ്, അതുപോലെ വാവ് എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇവിടെ 4 അക്ഷരങ്ങളാണ്: വാവ്, ഹംസ, നൂന്, കാഫ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തഫ്ഖീം വേണ്ടതില്ല എന്നർത്ഥം. وإنك لتلقى ഇവിടെ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ് ഖാഫ്. ഖാഫിൻ്റെ അന്ത്യത്തിൽ ഖാഫിന് ശേഷം അലിഫുണ്ട്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അലിഫ് ഉച്ചരിക്കപ്പെടുക. എന്നാൽ ചേർത്ത് വായിക്കുമ്പോൾ ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി ആ അലിഫിനെ ഹദ്ഫ് ചെയ്യുന്നതാണ്, ഒഴിവാക്കുന്നതാണ്. അപ്പോൾ വഇന്നക ലതുലഖൽ ഖുർആന, ഖാഫുകൾ ആവർത്തിച്ചു വരുന്നു. തഫ്ഖീം ചെയ്തുകൊണ്ട് തടിപ്പിച്ചുച്ചരിക്കണം. അൽ ഖുർ എന്ന് പറയുമ്പോൾ റായിനും തഫ്ഖീമാണ്. സാക്കിനത്തായ റാഹ് തൊട്ടുമുമ്പിൽ ദ്വമ്മ് വന്നിട്ടുണ്ട്. ഇവിടെ തഫ്ഖീം ചെയ്താണ് റായിനെ ഉച്ചരിക്കുക. ഈ തഫ്ഖീം ചെയ്യുന്ന അക്ഷരങ്ങളല്ലാത്തവയ്ക്കൊക്കെയും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലതുലഖൽ ഖുർആന മിൻ ലദുൻ ഹകീമിൻ അലീം. മിൻ ലദുൻ, മിൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ശേഷം ലാമ് വന്നതുകൊണ്ട് പൂർണ്ണമായും ലാമിലേക്ക് അതിനെ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മില്ലദുൻ, ലദുൻ. ഇതിൽ വീണ്ടും സാക്കിനത്തായ നൂനാണ്. ഹകീം ശേഷം ഹ ആണ് വന്നിട്ടുള്ളത്. അവിടെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. മില്ലദുൻ ഹകീമിൻ അലീം. ഹകീമിൻ എന്നതിലെ തൻവീൻ ശേഷം ആയിൻ. ഇവിടെയും ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വഇന്നക ലതുലഖൽ ഖുർആന മിൻ ലദുൻ ഹകീമിൻ അലീം. ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. ഇദ് ഖാല, ഇദ് എന്ന് ദാലിൻ്റെ ഉച്ചാരണം അതിൻ്റെ മഖ്റജിൽ നിന്നാവണം. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലുമാണ് ദാലിൻ്റെ മഖ്റജ്. റഖാവത്തോടുകൂടി, അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരം കൂടിയാണ്. അപ്പോൾ ഇദ് ഖാല മൂസ, ഇദ് ഖാല മൂസ. ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, ഇസ്തിഅലാൻ്റെ ഹർഫുകളായതുകൊണ്ട് ഖോ എന്ന തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം. ഖാല മൂസ, ലാമ്, മീമ് ശേഷം സീന. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ് ഖാല മൂസ ലിഅഹ്ലിഹി ഇന്നി, ലിഅഹ്ലിഹി. ഹാ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ചിലർക്കത് തെറ്റിപ്പോകാറുണ്ട്. ലിഅഹ്ലിഹി, ഇതിൽ അന്ത്യത്തിൽ വരുന്ന ദീർഘം മദ് അസ്സില അൽ കുബ്ര എന്ന ദീർഘമാണ്. മദ് മുൻഫസിലിൻ്റെ ഹുക്മ് തന്നെയാണ്. അവിടെ യാഇനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ലിഅഹ്ലിഹി ഇന്നി, നൂൻ മുഷദ്ദദയെ മണിക്കണം. ശേഷം വന്ന യാഇനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാം. إني
ആനസ്തു നാറ ആനസ്തു മദ്ദുൽ ബദലാണ് അതിലുള്ളതെങ്കിലും 2 ഹർക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് നാം ദീർഘിപ്പിക്കേണ്ടത്. ആനസ്തു നാറ നാറൻ സആതീകും നാറൻ റാഇനെ തഫ്ഖീം ചെയ്യണം. റാഇൻ്റെ തൻവീൻ ശേഷം സീന് വന്നതുകൊണ്ട് ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. അപ്പോൾ റാഇ തഫ്ഖീമാണ്, തൻവീനിനെ തർക്കീഖ് ചെയ്യണം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. വരെയും തഫ്ഖീം ചെയ്ത് ഫത്ഹ ഉച്ചരിക്കുന്നത് വരെയും നാം എന്ത് ചെയ്യണം? തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. പിന്നെ ഉള്ള നൂനിൻ്റെ ശബ്ദം റൻ റൻ എന്നുള്ള നൂനിൻ്റെ ശബ്ദമുണ്ടല്ലോ, അതിനാണ് തർക്കീഖ് കൊടുക്കേണ്ടത്. തൻവീനിൽ ഉച്ചരിക്കപ്പെടുന്നതായ സാക്കിനത്തായ നൂനിൻ്റെ ശബ്ദം അതിന് തർക്കീഖ് കൊടുക്കണം. നേർപ്പിച്ചുകൊണ്ട് അതിനെ ഉച്ചരിക്കുക, മണിക്കുക. മണിക്കലിൽ തർക്കീഖ് ഗുന്ന മുറഖഖ. അപ്പോൾ നാറൻ റൻ സആതീകും നാറൻ സആതീകും സആതീകും മിൻഹാ സാക്കിനത്തായ മീമും ശേഷം മീമും ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈന് സഗീർ നൽകിക്കൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഒറ്റ മീമാക്കി മണിക്കുക. മിൻഹ ഇതിൽ വന്ന സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയും വേണം. അപ്പോൾ സആതീകും മിൻഹ ബിഖബർ ഖബർ വഖഫ് ചെയ്യുമ്പോൾ ഖായിനും റായിനും റായിൻ്റെ തഫ്ഖീമാണ് വഖഫിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഖായിന് തഫ്ഖീമുണ്ട്, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. എന്നാൽ ചേർത്ത് ഓതുകയാണെങ്കിൽ ബിഖബരിൻ ഔ എന്ന് റായിന് തർക്കീഖ് മടങ്ങി വരുന്നതാണ്. വഖഫ് ചെയ്യുമ്പോൾ റായിന് തഫ്ഖീമാണ്. ബിഖബരിൻ ഔ തൻവീനിനെ റായിൻ്റെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. ബിഖബരിൻ ഔ ആതീകും ബിശിഹാബ്. ആതീകും എന്നതിലെ സാക്കിനത്തായ മീം ശേഷം ബാ വന്നതുകൊണ്ട് ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഔ ആതീകും ബിശിഹാബ് ബിശിഹാബിൻ ഖബസ് ഷിഹാബിൻ ഖബസ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ബാഇൻ്റെ തൻവീൻ, ആ തൻവീനിന് മണിക്കലിൽ തഫ്ഖീം കൊടുക്കണം. തൻവീനിൻ്റെ ആ മണിക്കൽ ശബ്ദം അതിൽ ഉച്ചരിക്കപ്പെടുന്ന നൂനിന് തഫ്ഖീം കൊടുക്കുക. കാരണം ശേഷം തഫ്ഖീമിൻ്റെ അക്ഷരമായ ഖാഫാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ട് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഖാഫ്. അപ്പോൾ ബിശിഹാബിൻ ഖബസ് ഖബസിൻ ലഅല്ലകും ഖബസിൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ബിശിഹാബിൻ ഖബസിൻ ലഅല്ലകും തസ്തലൂൻ. ലഅല്ലകും സാക്കിനത്തായ മീം ശേഷം താ ആണ്. ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. തസ് തസ് എന്ന് പറയുമ്പോൾ സ്വാദിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കണം. ശേഷം താ, എല്ലാം തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. ഇത്ബാഖ്, ഇസ്തിഅലാ തുടങ്ങിയ സിഫത്തുകളൊക്കെ ഇവയിലുണ്ട്. തസ്തലൂൻ. ഫലമ്മാ ഫലമ്മ മീം മുശദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കുക. ഇതിൽ മദ് മുത്തസിൽ വാജിബ് നൽകണം. അലിഫിന് 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ് നിർബന്ധമായി. നൂദിയ
എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് ശ്രദ്ധിക്കുക. നൂദിയ അൻ ബൂരിക, അൻ ബൂരിക. സാക്കിനത്തായ നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം, ഇഖ്ലാബ് ചെയ്യുക. മീമാക്കി മാറ്റുക, എന്നിട്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫലത്തിൽ ഇഖ്ഫാ ശഫവിയുടെ ഹുക്മ നൽകി മീമിനെ ഇഖ്ഫാ ചെയ്യണം എന്ന ആ രീതി ഇവിടെയും സ്വീകരിച്ചുകൊണ്ട് അംബൂരിക മൻ ഫിന്നാർ എന്നോതുക. മൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, വ്യക്തമാക്കി മണിക്കുക. മൻ ഫിന്നാർ, നൂൻ മുശദ്ദദായി മണിക്കണം. മൻ ഫിന്നാരി വമൻ ഹൗലഹാ, വമൻ ഹൗലഹാ അവിടെ സാക്കിനത്തായ നൂൻ ശേഷം ഹാ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. വമൻ ഹൗലഹാ വസുബ്ഹാനല്ലാഹ്, സുബ്ഹാന ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കുക. വസുബ്ഹാനല്ലാഹി, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തഫ്ഖീം ചെയ്യുക, തടിപ്പിക്കുക. വസുബ്ഹാനല്ലാഹി, ആ ലാമിനും അലിഫിനും തഫ്ഖീം നിലനിർത്തണം. റബ്ബിൽ ആലമീൻ, റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. അൽ ആലമീൻ ശ്രദ്ധിച്ചോതുക. ഐൻ തവസ്സുത്ത് എന്ന സിഫത്തുണ്ട്, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുന്നു. തർക്കീഖ് ചെയ്യണം ഐനിനും അലിഫിനുമൊക്കെ. അൽ ആലമീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإنك لتلقى القرآن من لدن حكيم عليم. إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون. فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين.